ഇവിടുന്ന് ഏറ്റവും കൂടുതൽ തല്ല് വാങ്ങിയ പക്ഷെ ഏറ്റവും കൂടുതലാണ് ഏറ്റവും കൂടുതലായിരിക്കും. അതായത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ എത്ര അസ്ഥികളാണെന്നുള്ള എല്ലാം അടിച്ചു പൊട്ടിച്ചതാണ്. പക്ഷെ ഇന്ന് നല്ല ഫസ്റ്റ് അനുമോദനമായിട്ടുള്ള നമ്മുടെ പ്രണവിനെ അടുത്തതിൽ നല്ല പ്രിയോറിറ്റി നമ്മുടെ കമാൻഡോസിന് കമാൻഡോ തന്നെയല്ലേ അല്ലെങ്കിൽ അടുത്ത നമ്മുടെ അക്കാഡമിയുടെ കമാൻഡോയും അതുപോലെ തന്നെ ഇനിയിപ്പം ആർമിയിലേക്ക് മെഡിക്കൽ നമ്മുടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മെഡിക്കൽ അസിസ്റ്റന്റ് ഡെസ്റ്റിനേഷൻ തസ്തികയിലേക്ക് പോലെ ആദർശം. അടുത്തത് നമ്മുടെ അത്രമാത്രം ഫിറ്റ് ഫോർ എന്നുള്ളതില് കണ്ടാ മനസ്സിലാവും. അതിപ്പോ നമ്മുടെ ടീച്ചറെ ക്ഷണിക്കുകയാണ് മൊമെന്റ് കൊടുക്കാൻ വേണ്ടി. അതാണ് ശിവകാശി പപ്പടം. ഒരാള് നമ്മുടെ എയർഫോഴ്സിലേക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് കോർഡിനേറ്റർ വന്നിട്ടാണോ മാറാം. പക്ഷെ മാറണ്ട, ഒരു മാസം മുന്നേ ശമ്പളം വാങ്ങിക്കാം, അതാണ് നല്ലത്. അക്കാഡമിയുടെ എന്താണ് വക്ക് പൊട്ടിയെന്നല്ല അവരെ നാമത്തിൽ അറിയപ്പെടുന്നേ. അക്കാഡമിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഫസ്റ്റ് പ്രശ്നത്തിന് മുന്നിലോ അതുകൊണ്ട് പറയാം, അവിടുത്തെ നമ്മൾ ബിൽഡിംഗ് തച്ചു പൊട്ടിച്ചില്ലേ, അതിലെല്ലാം മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച വക്ക് പൊട്ടി എന്നല്ലേ ആദ്യത്തെ. ഓക്കെ, നമ്മുടെ ദേവജി ഉള്ളത് ശനിയാഴ്ച നാട്ടിൽ പോകും. പിന്നെ ചിലപ്പോ ബുധനാഴ്ചയാണ്, തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ എത്തുമെന്ന് അറിയും. എന്റെ കൂടെ പരിവർത്തനം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെ. അത് നമ്മുടെ സായന്ത് ഇവിടെ സായന്തെങ്കിലും നോട്ടീസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാല് അവിടെ ബയോഡേറ്റ ഫോം അടച്ചിട്ടില്ലേ, ബയോഡേറ്റ ഫോമിൽ ഇവൻ എന്ന് അടച്ചു. ഇവൻ SAYNTH ആണ്, ഇവനെന്ത് ചെയ്തു DH എന്ന് അടച്ച്. പിന്നെ ഞാൻ ചോദിച്ചാണെങ്കിൽ സായന്താണോ സായന്താണോ അല്ല, എന്റെ H ആരെന്ന് പറഞ്ഞത് H നിറച്ചോട്ട് ഇവന് സ്വന്തം H നിറച്ചോട്ട് ഇവന്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആക്കി. അന്നോട്ട് ഇവൻ നോട്ടീസ് ചെയ്തതാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയിലേക്കും സെലക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ലെറ്റർ ഷോർട്ട് ലിസ്റ്റിൽ വന്നില്ല. എന്നിരുന്നാലും അടുത്തത് ഇതാണ് ഏറ്റവും വലിയൊരു പ്രിയോറിറ്റി എന്നുള്ളത്. ഒന്നിലില്ലെങ്കിൽ നമുക്ക് അടുത്തത് നല്ല ഷുവറായിട്ട്. ഓക്കെ, ഇവരെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവന്റെ അച്ഛൻ അഥവാ ഇവൻ പട്ടാളത്തിൽ ആയിരുന്നില്ലെങ്കിൽ ഇവന്റെ അച്ഛൻ ഒരു കൊലപാതകമായി മാറി. പക്ഷെ പേര് വിളിക്കുന്നതിലോ ഇവനെ കുറിച്ച് ഒന്നും പറയാനില്ല. എപ്പോഴും എന്താണത് നല്ല ചിരിയാണ്. നാണം എന്നുള്ളത് എന്നും മാറിയില്ല. പക്ഷെങ്കില് അത്രമാത്രം വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് ഇന്ന് ജോലിയിലേക്ക് കയറി. ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ ഫസ്റ്റ് ദിവസം പിടിച്ചപ്പോഴോ അച്ഛൻ ഹാപ്പി ആയില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിക്കൂ, അല്ലേ? വെരി ഗുഡ്. പിന്നെ കേരളത്തിലേക്ക് പോയിട്ടുണ്ട്. നല്ല
ഇന്നൊരു പരിപാടി വെക്കാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ ചെറിയൊരു ടൈമില് വലിയ കാരണത്താൽ നമുക്ക് പറ്റിയില്ല. അടുത്തത് നല്ലത് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് നല്ലത് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ആരാണ് ഉദ്ദേശിക്കുന്നത് അവരെ വിളിപ്പിച്ച് ഞങ്ങൾ ഇവിടെ ചെയ്യിപ്പിക്കുന്നുള്ളത്.